സോ യൂഷ്വലി ഞാൻ എൻ്റെ വാമപ്പ് റൂട്ടീൻ പോലത്തെ സംഭവങ്ങളൊന്നും വീഡിയോ ചെയ്യാറില്ല. കാരണം എനിക്ക് വർക്കാവുന്ന ഒരു സംഭവം നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകണം. ഞാൻ റീസെൻ്റ്ലി എൻ്റെ റണ്ണിന് മുമ്പേ ഉള്ള വാമപ്പിൽ ആഡ് ചെയ്ത ഒരു ചെറിയ വർക്കൗട്ടാണ്. എനിക്കെപ്പോഴും എൻ്റെ ഗ്ലൂട്ട്സ് റണ്ണിന് മുന്നേ ആക്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ കൂടുതൽ ടൈമും ഓടാത്ത സമയത്തോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാത്ത സമയത്തോ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്ലൂട്ട്സ് ഒട്ടും ആക്റ്റീവ് അല്ല. പോസ്ചർ പോലത്തെ കാര്യങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഗ്ലൂട്ട്സ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് നോക്കിയപ്പോൾ ഒരു വർക്കൗട്ട് ഞാൻ കണ്ടത്. ആ വർക്കൗട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. വർക്കൗട്ട് വളരെ സിമ്പിളാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ നമ്മളിങ്ങനെ ഇരിക്കുക, ഒന്നിൽ കൈ കുത്തി നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൂട്ട് കിക്ക് ബാക്സ് ആണ്. ഗ്ലൂട്ട് കിക്ക് ബാക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിങ്ങനെ നിന്നിട്ട് ഗ്ലൂട്ട്സ് ഫീൽ ആവുന്ന രീതിയിൽ കിക്ക് ബാക്ക് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കാലാണ്, പോയിൻറ്റഡ് അല്ല. പക്ഷേ നമ്മുടെ ഗ്ലൂട്ട്സ് ആക്റ്റീവ് ആവുന്നുണ്ട്, അതൊരു ഫീൽ ആവും നമുക്ക് കറക്റ്റായിട്ട് ഗ്ലൂട്ട്സ് ടൈറ്റ് ആവുന്നതായിട്ട്. ഇനിയിപ്പോൾ ഇത് പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക്കലി അപ്രൈറ്റ് പൊസിഷനിൽ നിന്നിട്ട് എണീക്കുക, കാല് വെക്കുക, കിക്ക് ബാക്ക്, അത്രേ ഉള്ളൂ ബേസിക്കലി. പക്ഷെ അത് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലൂട്ട്സിൽ കറക്റ്റ് ആ ഒരു ഫീല് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കാല് പോയിൻ്റ് ആവേണ്ട കാര്യമില്ല. കാലിങ്ങനെ, അതായത് നമ്മൾ റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ കാല് വെക്കുന്നത് അതാണ്. പക്ഷേ ഗ്രാവിറ്റി ഒരു ഫാക്ടർ ആവാൻ വേണ്ടി നമ്മൾ മുട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ചിലപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ജിമ്മിൽ നമ്മൾ കേബിൾ മെഷീനിൽ സെയിം വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണിത്. പക്ഷേ ഇതിൽ നമുക്ക് ഗ്രാവിറ്റിയുടെ സപ്പോർട്ടില്ല, അത് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലൂട്ട്സ് ആണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഏരിയയാണ് കറക്റ്റ് ആക്ടിവേറ്റ് ആവേണ്ടത്. അപ്പോൾ ആക്ടിവേറ്റ് ആയതിനു ശേഷം ഞാൻ റൺ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ്, നമുക്ക് ഫോം ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് നീ ഡ്രൈവ് ചെയ്യാനും കിക്ക് ബാക്ക് ചെയ്യാനും ഗ്ലൂട്ട്സ് ആക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഗ്ലൂട്ട്സ് ഓൾറെഡി ആക്റ്റീവാണ് നമ്മൾ ഓടുന്നതിന് മുന്നേ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാൻ വളരെ റീസെൻ്റായിട്ട് ആഡ് ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് എനിക്ക് നല്ലതായിട്ടുള്ളതായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇതുപോലെ വാമപ്പ് റൂട്ടീൻ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. ഇങ്ങനത്തെ കണ്ടൻറ്റ് എനിക്ക് ചെയ്യാനുള്ള ഒരു മടിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സർട്ടിഫൈഡ് കോച്ചോ കാര്യമോ ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ പോസ്റ്റർ ഇപ്പം തന്നെ ഞാൻ ചെയ്ത ഈ വർക്കൗട്ട് ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കണം എന്നില്ല, പക്ഷേ എനിക്ക് വർക്ക് ആവുന്നുണ്ട്, എൻ്റെ ഗ്ലൂട്ട്സ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്, എനിക്ക് ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഗ്ലൂട്ട്സ് മൂവ് ചെയ്യുന്ന അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വാമപ്പ് റൂട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഇതുപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.